ഹായ് കൂട്ടുകാരെ, നല്ലൊരു പഴുത്ത മാങ്ങ കിട്ടി കേട്ടോ. മരത്തിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടിയ നാടൻ മാങ്ങ ആയതുകൊണ്ട് മാങ്ങ വെച്ചൊരു പുഡിംഗ് ഉണ്ടാക്കാനാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യം നമുക്കൊരു 2 സ്പൂണ് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. നമുക്ക് ഈ ട്രേയിലോട്ട് ഞാൻ എൻ്റെ സ്റ്റീൽ പാത്രത്തിൽ ചോറ്റ് പാത്രമാണ് കേട്ടോ, ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കാരമലൈസ് ചെയ്തതിനെ ഇതിലൊഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. മാങ്ങയിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മാങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലടിക്കണം. മാങ്ങയും പഞ്ചസാരയും ചേർന്ന് അടിച്ചെടുത്ത പൾപ്പാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ പാല് ചേർക്കാം. ശേഷം കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങയുടെ പൾപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ചെറിയ തീയിലാണ് കേട്ടോ, സിമ്മിൽ വെച്ച് വേണം, അല്ലെങ്കിൽ അടിയിൽ പാത്രത്തിൽ കരിഞ്ഞു പോകും. നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി വേവിച്ചെടുക്കാം. തിളച്ച് മാങ്ങയിലുള്ള വെള്ളമുണ്ടല്ലോ അതൊന്ന് കുറുകുമ്പോൾ നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുക്കാം. പാലും ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. 1 ഗ്ലാസ് പാലാണ് എടുത്തത്. ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കട്ടിയാവും. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ബാക്കി പാലോട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം മാങ്ങാക്കാലം ചക്കാക്കാലമൊക്കെയാണ്. മാങ്ങ ചക്ക പഴവർഗ്ഗങ്ങളുടെ കാലമാണപ്പോൾ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്ത് മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടയിൽ നിന്ന് കൊണ്ടുവരുന്നതായാലും മതി. നമുക്കിവിടെ കിട്ടിയത് വളങ്ങളൊന്നും ചേർക്കാത്ത, മരുന്നടിക്കാത്ത സ്വന്തം പറമ്പിലെ മാങ്ങ. നമുക്കൊരു ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. 5 മിനിറ്റിൽ തയ്യാറാക്കാം.
ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. 2 ട്രേയിലായിട്ട് വെക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ മാംഗോ പുഡിങ് റെഡിയായി. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ഓക്കെ, ശേഷം എടുത്ത് കട്ട് ചെയ്യാം. കാണാം. പിന്നെ മാംഗോ പുഡിങ് വേറൊരു ട്രേയിലോട്ട് മാറ്റിയതാണ് ഈ കാണുന്നത് കേട്ടോ.